ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യമഹ R3 2025 കുറിച്ചാണ്. ഇന്ത്യയിൽ ബൈക്കിൻ്റെ പേറ്റന്റ് എടുക്കുന്നൊക്കെയാണ് ന്യൂസ് വരുന്നത്. സോ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു ഇയർ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ലോഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ പുതിയ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. ജസ്റ്റ് കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമേ ഈ ബൈക്കിന് ഓഫർ ചെയ്യുന്നുള്ളൂ. പുതിയൊരു LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. ഫ്രണ്ട് ഫോക്സ് ഇപ്പോൾ USD ഫോക്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. ഫ്രണ്ട് സെക്ഷൻ കംപ്ലീറ്റ്ലി ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് ആണ് വരുന്നത്. കോഡ് DRLs വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സിംഗിൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആണ് ഇപ്പോൾ ഈ ഒരു പ്രാവശ്യം ബൈക്കിന് വരുന്നത്. അതായത് നമ്മളുടെ ഇപ്പോൾ കാണുന്ന R സീരീസിൽ വരുന്ന സെയിം പാറ്റേൺ ഓഫ് ഹെഡ്ലൈറ്റ്സ് ആണ്. പിന്നെ എഞ്ചിൻ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സെയിം 321cc പാരലൽ ട്വിൻ യമഹയുടെ ഒരു ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിൻ തന്നെയാണ് ഈ ഒരു പ്രാവശ്യം യമഹ R3 വരുന്നത്. അറിയാം R3 എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഫസ്റ്റ് ജനറേഷൻ R3 ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഫേവറേറ്റ് മോട്ടോർ സൈക്കിൾ. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഈ കാണുന്ന ഒരു ഫസ്റ്റ് ജനറേഷൻ യമഹ R3 തന്നെയാണ്. പിന്നെ കാലം മാറി വരുമ്പോഴത്തേക്കും ആ ഒരു വണ്ടിയുടെ ലുക്സും മാറുന്നുണ്ട്. പക്ഷേ സീരിയസ്ലി യമഹയൊക്കെ ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്ന ഡിസൈൻ എനിക്ക് ഒട്ടും പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു ടൈപ്പാണ്. ഈ ഒരു സിംഗിൾ പ്രൊജക്ടർ LED എല്ലാം ആയതോടുകൂടി ബൈക്കിൻ്റെ ആ ഒരു ലുക്കേ മാറിപ്പോയി. യമഹ ബൈക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ സ്റ്റിൽ ഇങ്ങനത്തെ ബൈക്സാണ് ഇപ്പോഴും. എയറോ ഡൈനാമിക്സിലും നല്ലൊരു വ്യത്യാസം വരുത്താനാണ് ഇതുപോലൊരു ഡിസൈൻ ചേഞ്ചസ് കൊണ്ടുവരുന്നത്. പക്ഷേ എൻ്റെ പ്രീവിയസ് ജനറേഷൻ ബൈക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ വണ്ടികളാണ്. ഇപ്പോൾ ഉള്ള ഈ ഒരു മോഡൽ എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി R15 ഡിസൈനാണ് കുറച്ചും കൂടെ വീണ്ടും കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് പറയാനുള്ളത്. എൻ്റെ ആ ബൈക്ക് ഇരിക്കുന്നതുകൊണ്ട് പറയുന്നതല്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ R9 ആയാലും R7 ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ R3 ആയാലും ഇതിൻ്റെ കൂടെ നമ്മൾ R15 വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ആ ഒരു ഡിസൈൻ വൈസ് R5 ആണ് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.